ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ബാങ്കോക്ക് എയർപോർട്ടിൽ ഇറങ്ങി വിഷ്വൽ എടുത്തിരുന്നു, പക്ഷെ അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല. കുറേ ദിവസങ്ങൾ എടുത്തു. കാരണം നമ്മളെ ഫോൺ കംപ്ലൈൻ്റ് ആണ്. നമ്മുടെ ഫാരിസ് പ്രോവിൻ്റെ കയ്യിലാണ് നമ്മുടെ ക്യാമറ നടക്കുന്നത്. ക്യാമറ അവനാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് വാട്സപ്പിലോ അല്ലെങ്കിൽ വഴി എങ്ങനെയെങ്കിലും ഇങ്ങനെ അയച്ചു തന്നിട്ടാണ് അപ്പോൾ നമുക്ക് എത്തിക്കുന്നത്. അപ്പം എല്ലാവർക്കും ആ വീഡിയോയിലേക്ക് സ്വാഗതം. പിന്നെ ഒരു അറിയിപ്പുണ്ട്. എൻ്റെ നാട്ടിലെ പോത്തുകല്ല് എന്ന പഞ്ചായത്ത് ഉള്ള ആളുകൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അപ്പം ഈ ചാനൽ മറക്കാതെ എന്താണ് എല്ലാവരും കയറിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ബെല്ലൈക്കൺ നിൽക്കുക, മാക്സിമം ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. പൊന്നു മച്ചാന്മാരെ, ബാങ്കോക്ക് പറയുകയാണെങ്കിൽ അടിപൊളിയാണ്. കാരണം ഒരുപാട് ആളുകൾ നമ്മളറിയുന്ന ചങ്ക് പ്രോക്കളുണ്ടായിരുന്നു. എൻ്റെ ഒരു ഗ്രൂപ്പുണ്ട്, ഓൾ കേരള ചങ്സ് എന്നറിയപ്പെടുന്ന വലിയ ഗ്രൂപ്പാണ്. അത് കേരളത്തിലെ ഒരുപാട് ജില്ലകളിൽ അറിയപ്പെടുന്ന ഫേമസ് ഗ്രൂപ്പാണ്. അപ്പോൾ ആ ഗ്രൂപ്പിലുണ്ടായിരുന്ന അജ്മൽ നമ്മുടെ ചങ്കാണ്. അവൻ ഗൾഫിലായിരുന്നു. അപ്പോൾ കുറേ നാളായി ഗൾഫിൽ ജോലി ചെയ്യുന്നു. അപ്പോൾ അവൻ ബാങ്കോക്കിലുണ്ട് അറിഞ്ഞിരുന്നു. അവന് ജോലി കഴിഞ്ഞിട്ടൊക്കെ ജോലി നിർത്തി പിന്നെ ബാങ്കോക്കിൽ ജോബ് വാക്കൻസി ഉണ്ട് പറഞ്ഞ് അങ്ങോട്ട് പോയി ചെയ്തു. ഇപ്പോൾ കുറേ നാളായിട്ട് ബാങ്കോക്കിലാണ്. ഞാൻ വിളിച്ചു, ഞാനിങ്ങനെ ഗ്രൂപ്പിലിട്ടിരുന്നു, നമ്മുടെ ഗ്രൂപ്പിൽ ആരെങ്കിലും ബാങ്കോക്കിലുണ്ടോ എന്ന് വെച്ചു. അപ്പോൾ ഒരുപാട് ആൾക്കാർ എസ് എന്ന് പറഞ്ഞിരുന്നു. അതിൽ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടായ അജ്മൽ ബ്രോയും അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഒരുപാട് പറയാനുണ്ട്. ബാങ്കോക്കിനെ കുറിച്ച് പറഞ്ഞാൽ തീരില്ല. ഇതുവരെ കാണാത്ത ആൾക്കാരെ പോയി കാണുന്നത് വേറെ ലെവലാണ് മച്ചന്മാരെ. കാരണം എന്താ പറയുക, ബാങ്കോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തായ്ലൻഡും അതുപോലെ തായ്ലൻഡിൻ്റെ ഏരിയ ഒക്കെ അടിപൊളിയാണ്. അവിടെ സിറ്റിയൊക്കെ കണ്ടപ്പോൾ എനിക്ക് കണ്ണ് നിറഞ്ഞു പോയി. ഞാൻ ബാങ്കോക്ക് എന്ന് കേട്ടപ്പം ചെറിയ നമ്മുടെ എന്താണ് ഹൈദരാബാദ് അല്ലെങ്കിൽ പിന്നെ ബാംഗ്ലൂര് അങ്ങനത്തെ ചെറിയ സിറ്റിയാണ് വെച്ചു. നല്ല മണേ ഒരു ലെവലിൽ നിരന്ന് കിടക്കുന്നൊരു ഭൂമി, നിരന്ന് കിടക്കുന്ന സ്ഥലങ്ങളൊക്കെ നല്ല അടിപൊളിയാണ്. ഞാൻ പിന്നെ എയർപോർട്ടിൽ ഇറങ്ങി പിന്നെ മൂത്രമൊക്കെ മുട്ടിയിട്ട് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വാഷ്റൂം തപ്പിക്കൊണ്ടിരിക്കുകയാണ്, എവിടെയാണ് ഈ വാഷ്റൂം. അപ്പം നമ്മളെ ഒരു കോണിയില്ലേ, ആ കോണിൻ്റെ മണ്ടയോടെ കയറി താഴെ ഇറങ്ങി. എന്നിട്ട് അപ്പുറത്തോടെ ഇറങ്ങിയിട്ട് പിന്നെയും അവിടെ ഒരു സെക്യൂരിറ്റിനോട് ചോദിച്ചു എക്സിറ്റ് എക്സിറ്റ്. നമുക്ക് ഈ അവിടുത്തെ ഭാഷയൊന്നും തിരിയില്ലല്ലോ. അവിടെ ഈ ബാത്റൂമിന് എവിടെ ചെന്നാലും തണ്ടാസ് എന്നാണ് എഴുതിയിട്ടുള്ളത്. തണ്ടാസ് പണ്ടുള്ള ആൾക്കാർ വിളിച്ച് വിളിച്ച് ശീലാക്കി വെച്ച കാര്യമല്ലേ, തണ്ടാസ് എന്നാണ് ആക്കി വെച്ചിട്ടുള്ളത്. ഞാനത് കണ്ടപ്പോൾ തണ്ടാസ്. അങ്ങനെ തണ്ടാസൊക്കെ പോയി തപ്പി ബാത്റൂമിലൊക്കെ പോയി വന്ന് വാഷ് ചെയ്ത് ഒക്കെ കഴിഞ്ഞ് വന്നപ്പോൾ അവിടെ ഒരു ഷോപ്പുണ്ട്. അവിടെ കയറി കുറേ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത്